എന്താ പെണ്ണെ, ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ പാതിരാത്രിയിൽ എന്താ കല്യാണക്കാരിയാണോ? ആ, കല്യാണക്കാരൻ തന്നെ. എന്നാ ചോദിക്കും. പണവും പ്രൗഢിയും ആരോഗ്യവും വിദ്യാഭ്യാസമുള്ള ഒരു യുവാവ് എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയിരിക്കുന്നു. ഞാൻ എന്ത് മറുപടി കൊടുക്കണം? നീ എന്ത് പറഞ്ഞു? ആലോചിക്കട്ടെ എന്ന്. നീ ഒരു മണ്ടിപ്പെണ്ണ. അല്ലെങ്കിൽ അവൻ എന്തിത്ര ആലോചിക്കാനിരിക്കുന്നു? ഐ ആം റെഡി എന്ന് പറഞ്ഞാ പോരായിരുന്നോ? ആരെ കക്ഷി? അത് പറയടി. രാജേന്ദ്രൻ. അമ്പടി കള്ളി. പുളിങ്കൊണ്ടാണല്ലോ കിട്ടിയിരിക്കുന്നത്. മുറുകെ പിടിച്ചോണം. ഞാൻ തന്നെ പുസ്തകം വായിച്ചു. ഓ, വായിച്ചു. ആ, നിങ്ങളൊന്ന് സംസാരിക്കേ. ഞാൻ ആ കടയിൽ പോയി ഒരു സാധനം വാങ്ങട്ടെ. എനിക്ക് മറുപടി കിട്ടിയില്ല. രാജേട്ടൻ ഈ പുസ്തകം തുറന്നു നോക്ക്. അച്ഛാ, എന്താ മോളെ? ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛൻ പിണങ്ങോ? നീ കാര്യം പറ. എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി ഒരാൾ വന്നിരിക്കുന്നു. ആരാ മോളെ? രാജേന്ദ്രൻ. രാജേന്ദ്രനോ? അതെ അച്ഛാ, രാജേന്ദ്രൻ സുമിത്രയെ ഉപേക്ഷിച്ചു. എന്നെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് തന്നിരിക്കുന്നു. സുമിത്രയുടെ മുഖത്ത് നോക്കി നിനക്കത് ചെയ്യാനാകുമോ? അവൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞാലും അയാൾ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കില്ല അച്ഛാ. രാജേന്ദ്രൻ അല്ലാതെ മറ്റൊരാൾ ഇങ്ങനൊരു വാഗ്ദാനവുമായി ഇനി വരുമെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ? ചേച്ചി, ശശിയിലെ ചേച്ചി വന്നിട്ടുണ്ട്. ആര് പറഞ്ഞു? ലീനമോള് സ്കൂളിൽ വെച്ച് പറഞ്ഞതാ. എന്നിട്ട് അവൾ ഇവിടെ വന്നില്ലല്ലോ. ലീനമോള് കള്ളം പറഞ്ഞതായിരിക്കും. കള്ളമൊന്നല്ല. ശശിയിലെ ചേച്ചി കൊണ്ടുവന്ന പുതിയ പാവടയും ബ്ലൗസും ഇട്ടോണ്ടാ അവളിന്ന് സ്കൂളിൽ വന്നത്. നാളെ രാവിലെ തിരിച്ചു പോകുന്നു. നല്ല ആളാ നീ. അങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. സമയം കിട്ടാത്തോണ്ട സുമിത്രേ, ക്ഷമിച്ചിരിക്കുന്നു. ആട്ടെ, ജോലിയൊക്കെ എങ്ങനെ? ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. കള്ളം. നിന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ? എന്തേ നീ കരയുന്നത്? എന്റെ ദുരിതങ്ങൾ ഓർത്തിട്ടാണോ? സാരമില്ല. ദേ, നമുക്കിന്ന് ആറ്റി കുളിക്കാൻ പോണം. എത്ര നാളായി നമ്മൾ ഒരുമിച്ചൊന്ന് കുളിച്ചിട്ട്. ഞാൻ വരുന്നില്ല. നിനക്ക് എന്ത് പറ്റി ശശി? എന്താ ശശി? വീട്ടിലേക്ക് വാ. നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഉണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കി തരാം. എനിക്ക് വേണ്ട. രാജേട്ടനും നീയും തമ്മിൽ പിണങ്ങിയോ? ഓ, അതോർത്തായിരുന്നു ഈ കണ്ണീര്. നീ വിഷമിക്കണ്ട. ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കമേ ഉള്ളൂ. അതുടനെ മാറും. രാജേട്ടനെ നീ കണ്ടോ? ഇനി കാണുമ്പോ രാജേട്ടനോട് പറഞ്ഞേക്ക് എനിക്ക് പിണക്കമൊന്നുമില്ലെന്ന്. നിങ്ങളുടെ വിവാഹം ഉടനെ ഉണ്ടോ? എന്റെ പേരിലുള്ള കേസൊക്കെ തീർന്നിട്ട്. എന്റെ വിവാഹം നിശ്ചയിച്ചു. ഞാൻ പറഞ്ഞില്ലേ നിനക്കൊരു നല്ല കാലം വരുമെന്ന്. ഇപ്പൊ സമ്മതിച്ചോ? നിനക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോ താമസിയാതെ എനിക്കൊരു കല്യാണം കൂടാ അല്ലേ? ആരാ മോളെ നിന്റെ കല്യാണ ചെറുക്കൻ? അത് പറയൂ പെണ്ണേ. പിന്നെ ആവട്ടെ. കളഞ്ഞു, ആ മൂട് കളഞ്ഞു. ആരാന്ന് പറയടി, ഞാനൊന്ന് സന്തോഷിക്കട്ടെ. ഇല്ല, ഇപ്പൊ നീ അതറിയണ്ട. എത്രയായാലും വിവാഹം വരെയല്ലേ ഒളിച്ചു വയ്ക്കൂ. വിവാഹത്തിന് കാണാമല്ലോ.
എന്താ ചേച്ചി? നീ ഇടുന്ന് ഉറങ്ങാൻ നോക്ക്. ചേച്ചിക്ക് എന്താ ബാലേട്ടനോട് ഇത്രയ്ക്ക് ദേഷ്യം? എനിക്ക് ദേഷ്യമൊന്നുമില്ല. ബാലേട്ടനോട് ചേച്ചി ഒരു നന്ദി പോലും പറഞ്ഞില്ലല്ലോ. നമ്മളൊക്കെ നന്ദിയില്ലാത്തവരാണെന്ന് ബാലേട്ടൻ ഓർത്തു കാണും. നാളെ നീ ചെന്ന് നന്ദി പറഞ്ഞാൽ മതി. ചേച്ചിക്ക് എന്താ ഇപ്പൊ എങ്ങനെ തോന്നിയത്? രാത്രി ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടിയതല്ലേ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്ത് വിചാരിക്കും? ബാലേട്ടൻ പിണങ്ങി കാണും. ചേച്ചി, ഞാൻ ബാലേട്ടനോട് നന്ദി പറഞ്ഞു. എന്നിട്ട്? ബാലേട്ടന് ഇഷ്ടമില്ലാത്തവരുടെ നന്ദി വേണ്ടെന്ന്. ആർക്കാ ഇഷ്ടമില്ലാത്തത്? ചേച്ചിക്ക്. എനിക്കോ? ചേച്ചിയല്ലേ ഒരിക്കലും പറഞ്ഞത് ബാലേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന്. ഞാനത് ബാലേട്ടനോട് പറഞ്ഞു. ചേച്ചിക്കൊരു എഴുത്ത്. സുമിത്രയ്ക്ക് എന്റെ വിവാഹം നിശ്ചയിച്ചു. ഈ വരുന്ന 10-ാം തീയതി 10-നും 11-നും ഇടക്കുള്ള മുഹൂർത്തത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം നടക്കും. വധുവാരെന്നറിയണ്ടേ? ഇഷ്ട തോഴിയായ ശശികല. വിവാഹത്തിന് വരണം, വന്ന് അനുഗ്രഹിക്കണം. സസ്നേഹം, രാജേന്ദ്രൻ. മോൻ പോയി അല്പം വെള്ളം കൊണ്ടുവന്നേ. സുഭദ്രേ, എന്ത് പറ്റി? എന്തുണ്ടായി സുഭദ്രേ?
ഈ സാധനത്തിന്? പെണ്ണ് കാണുമ്പോൾ ഇപ്പൊ എന്റെ മുഖത്ത് കണ്ണിലായിരുന്നു. നമുക്കെന്താ? ഒന്നും പണം വേണം, അല്ലെങ്കിൽ പെണ്ണ് നന്നായിരിക്കണം. ഓരോരുത്തന്റെ തലയിലെഴുത്ത്. എന്തു പറ്റി രാജേട്ടാ? ഒന്നും പറ്റിയില്ല. എന്തു രാജേട്ടാ ഇങ്ങനെ? ഒന്നുമില്ലെന്ന് പറഞ്ഞു. കരയുന്ന എനിക്കിഷ്ടമല്ല. പാതിരാത്രി ആയില്ലേ? കിടന്നുറങ്ങാൻ നോക്കൂ. ബാബുമോനില്ലേ? സ്കൂളിൽ പോയിരിക്കുന്നു. എന്തേ പഠിക്കാൻ നിൽക്കുന്നത്? കയറി വരൂ. ഇന്നലെ കണ്ടില്ലല്ലോ, എവിടെ പോയിരുന്നു? ട്രിവാൻഡ്രത്ത് ഒരു സിനിമയുടെ സ്റ്റോറി ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടി. നന്ദി പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അതൊരു കടമയായി മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ബാലേട്ട ഇവിടെ ഒന്നും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇന്ന് ഊണ് കഴിച്ചിട്ട് പോവാം. പരാതിയാണോ? ശരി, ഇന്നിവിടെ ആയിക്കോട്ടെ ഊണ്. അകത്തേക്കിരിക്കും. കറികൾ നന്നായിട്ടുണ്ട്. യു ആർ സോ ബ്യൂട്ടിഫുൾ.
യു ആർ സോ ബ്യൂട്ടിഫുൾ. ഞാൻ പറഞ്ഞത് വിഷമമുണ്ടാക്കിയെങ്കിൽ ക്ഷമിക്കൂ. എന്റെ സൗന്ദര്യമാണ് എന്റെ ജീവിതം തകർത്തത്. മനസ്സിലായില്ല. ഒന്നുമില്ല. ബാലേട്ടൻ ചോറുന്നോ? എന്നെ ഇപ്പോഴൊരു അന്യനായിട്ടാണോ സുമിത്ര കണക്കാക്കിയിരിക്കുന്നത്? എന്നോടൊന്നും ചോദിക്കരുത് പ്ലീസ്. സുമിത്രേ, എടി സുമിത്രേ. ആരാത്? അവനെ വേടി. നിന്റെ മറ്റവൻ ഒരു ദരിദ്രവാസിയോടെ താമസിക്കുന്നില്ലേ? സിനിമാക്കാരൻ. അവൻ ഈ വീട്ടിലാ താമസം കേട്ടല്ലോ. തവളെ വന്നപ്പോ ആളോട് പറഞ്ഞു. എവിടെയവൻ? അമ്മാവൻ പോവും. അദ്ദേഹം ഇവിടെ ഇല്ല. നീ അവിടെ കള്ളം പറയുന്നു. അമ്മാവൻ എന്തിനാ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുന്നത്? എനിക്കൊന്ന് സ്വൈരായിട്ട് ജീവിക്കണം. നിനക്ക് സ്വൈരമായിട്ട് ജീവിക്കണം. നിന്റെ മറ്റവനെയും കൂട്ടി. എവിടെയവൻ? അവനെ കൊന്നിട്ട് ഞാൻ കൊടുക്കും. തെണ്ടി, നീ ഇവിടെ കയറി അടയിരിക്കുക അല്ലേ? എന്നെ നിനക്കറിയാം. കടുവാപ്പാറ പപ്പു രണ്ടുപേരെ കൊന്ന് ജയിലിൽ കളഞ്ഞിട്ടുണ്ട്. എന്റെ മരുമകളാ സുമിത്ര. അവളെ നശിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അത് ശരി. ഓ, ഇതാണ് നിന്റെ പ്ലാൻ. നീ റോട്ടിലേക്ക് ഇറങ്ങില്ലേ? അപ്പൊ കാണാ. ആരാണ് മനുഷ്യൻ? അമ്മയുടെ ഒരു അകന്ന ബന്ധുവാ. ഒത്തിരി മുറിഞ്ഞോ? ഏയ്, സാരമില്ല. ഞാൻ മരുന്ന് വെച്ചേട്ടെ. ഡോക്ടറാണോ?